കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെന്റ് സീരീസിലെ അടുത്ത വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് 15 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റും 15 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിന് ആസ് എ പാരൻറ്റ് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാം എന്നുള്ള കാര്യങ്ങളുമാണ് പറയുന്നത്. അതായത് ബ്രെയിൻ സ്റ്റിമുലസ്. നമുക്ക് എന്നും പറയുന്ന പോലെ തന്നെ മോട്ടോർ ഡെവലപ്മെൻറ്റ് വെച്ച് തുടങ്ങാം. ഒരു 15 മാസം ഉള്ള പ്രായമുള്ള കുഞ്ഞ് എന്തൊക്കെ മോട്ടോർ ഡെവലപ്മെൻറ്റ് ആണ് അല്ലെങ്കിൽ മൈൽ സ്റ്റോൺസ് ആണ് കാണിക്കുക. ഒന്നാമത്തെ കാര്യം, ഒരു സപ്പോർട്ടോടു കൂടി അല്ലാതെ പിച്ച വെച്ച് നടക്കുന്നത് സക്സസ്ഫുൾ ആവും. രണ്ടാമത്തെ കാര്യം, അവൻ അല്ലെങ്കിൽ അവൾ കപ്പ് ഉപയോഗിച്ച് കുടിക്കാൻ കുറച്ചും കൂടി 12 മാസത്തിൽ കുടിക്കും, പക്ഷെ നമ്മളെ സപ്പോർട്ട് വേണം. അതില്ലാതെ തന്നെ ഒരു സ്പില്ലേജ് ഒന്നും അധികം ഇല്ലാതെ കപ്പൊക്കെ ഉപയോഗിക്കാൻ പഠിക്കും. അടുത്ത കാര്യമാണ്, സ്വന്തമായി ഫുഡ് ഫീഡ് ചെയ്യുന്നതിൽ കുറച്ചും കൂടി സക്സസ്ഫുൾ ആവും. അതായത് അധികം ഒന്നും സ്പില്ലേജ് വരാതെ കുറച്ചും കൂടി നന്നായി സ്വന്തമായി ഭക്ഷണം കഴിക്കാൻ പഠിക്കും. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സ്ക്രിബ്ലിംഗ്. ചുമരിലും പുസ്തകത്തിലെല്ലാം കുത്തി വരച്ചിടാൻ പഠിക്കുന്നത് 15 മാസത്തിലാണ്. അടുത്തൊരു കാര്യമാണ്, ഒരു പേപ്പർ അല്ലെങ്കിൽ ബുക്ക് നിങ്ങൾ കൊടുക്കുക. ബുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ മറിക്കുക? ഓരോ പേജിലല്ല മറിക്കുക. അവർക്ക് അതിന് അങ്ങനെ ഓരോ പേജ് വെച്ച് മറിക്കാനുള്ള പ്രായമായിട്ടില്ല. ഇങ്ങനെ 2-3 പേജ് ഇങ്ങനെ മറിച്ചിടും. ഒരു 2-3 പേജ് ഒരുമിച്ച് ഇങ്ങോട്ട് തട്ടി ഇടാനാണ് ഇപ്പോൾ അവർക്ക് കഴിയുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മോട്ടോർ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് കുഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്, അതായത് 15 മാസം പ്രായമുള്ള കുട്ടി എന്തെല്ലാം ഭാഷ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. 15 മാസം പ്രായമുള്ള നിങ്ങളുടെ കുഞ്ഞ് ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് 1-2 വാക്കുകൾ പറയണം. നമ്മൾ 12 മാസത്തിലുള്ള വീഡിയോയിൽ നമ്മൾ സംസാരിച്ചു കുഞ്ഞ് 1-2 വാക്കുകൾ പറയാതിരിക്കാം. അപ്പോൾ പറയാതിരുന്നാൽ പോലും കുഴപ്പമുള്ള കാര്യമല്ല. നമുക്ക് 15 മാസം വരെ ഇപ്പോൾ ഈ ഒരു പ്രായം വരെ കാത്തിരിക്കാം. പക്ഷേ അവിടെയും 1-2 വാക്കുകളെ പറയുന്നുള്ളൂ. ആ വാക്കുകൾക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മളൊക്കെ പറയുന്ന പോലെ വളരെ ക്ലാരിറ്റി ആയിട്ടുള്ള വാക്കുകൾ ആയിരിക്കണം എന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഷൂസ് ആണെങ്കിൽ ചൂ അങ്ങനെയൊക്കെ ആവും ചിലപ്പോൾ പറയാം. അല്ലെങ്കിൽ ഡോഗ് ആണെങ്കിൽ ബൗ ബൗ. അങ്ങനെ അവരുടേതായ അർത്ഥമുള്ള രീതിയിൽ 1-2 വാക്കുകൾ പറയും. അതാണ് 15 മാസത്തിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. മറ്റൊരു കാര്യം, 15 മാസത്തിൽ നിങ്ങൾ അവർക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ പറയുകയോ ആ വസ്തുവിൻ്റെ പേര് നിങ്ങൾ ഉച്ചരിച്ച് കഴിഞ്ഞാൽ ആ വസ്തുവിലോട്ട് നോക്കും. ഉദാഹരണത്തിന് ഫാൻ എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്കത് മുമ്പ് നിങ്ങൾ പറഞ്ഞ് പരിചയപ്പെടുത്തി ഫെമിലിയർ ആണെന്നുണ്ടെങ്കിൽ ആ ഫാൻ കണ്ട മേലോട്ട് നോക്കും. അല്ലെങ്കിൽ ഒരു ബോളിൽ നിന്ന് നിങ്ങൾ ഉച്ചരിച്ച് കഴിഞ്ഞാൽ ആ ബോളിലോട്ട് നോക്കും. അത് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമാണ്, ലാംഗ്വേജിൻ്റെ ഭാഗമാണ്. മൂന്നാമത്തെ കാര്യം, അവർക്ക് ഹെൽപ്പ് വേണ്ട അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് പറയണമെന്നുണ്ടെങ്കിൽ അതിനെ ചൂണ്ടിക്കാണിക്കും. എന്ന് പറഞ്ഞാൽ ഈ ചൂണ്ടിക്കാണിക്കുക എന്ന് പറഞ്ഞത് ലാംഗ്വേജിൻ്റെ അല്ലെങ്കിൽ ഭാഷയുടെ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഓട്ടിസം എന്നുള്ള ഒരു ലാംഗ്വേജ് ബാരിയർ അവസ്ഥ കുഞ്ഞുങ്ങൾക്ക് വരുമ്പോൾ അവർക്ക് നഷ്ടപ്പെടുന്ന ഒന്നാണ് ഈ ചൂണ്ടിക്കാണിക്കാനുള്ള കഴിവില്ല. അവർ അങ്ങനെ പറയില്ല. അപ്പോൾ ഒരു കുഞ്ഞൊരു വസ്തുവിലോട്ട് ചൂണ്ടിക്കാണിച്ച് അവൻ്റെ ഹെൽപ്പ് അല്ലെങ്കിൽ അവളുടെ ആവശ്യം നിങ്ങളോട് ഉന്നയിക്കുന്നത് അത് പറയൂല, പക്ഷെ ചൂണ്ടിക്കാണിക്കും. അത് ഈ 15 മന്തിലാണ് ഉണ്ടായിരിക്കേണ്ടത് അല്ലെങ്കിൽ കാണിക്കുന്നത്. അതുപോലെ ലാംഗ്വേജ് അല്ലെങ്കിൽ ഭാഷ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കേണ്ട കാര്യമാണ്, നിങ്ങൾ പറയുന്ന കമാൻഡ് ഒബേ ചെയ്തു തുടങ്ങും. ഓർഡേഴ്സ് ഒബേ ചെയ്തു. ഉദാഹരണത്തിന് ആ ബോൾ ഇങ്ങോട്ട് അല്ലെങ്കിൽ കളിപ്പാട്ടം ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് കൈ നീട്ടിക്കഴിഞ്ഞാൽ അത് ഇങ്ങോട്ട് തരും. അതൊക്കെ ഈ കാണിച്ചു കൊടുക്കുന്നത് 15 മന്തിലാണ് സക്സസ്ഫുൾ ആയിട്ട് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതാണ് ഒരു 15 മാസത്തിലുള്ള ഒരു ബേബി കാണിച്ചിരിക്കേണ്ട ലാംഗ്വേജ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്മെൻറ്റ് മൈൽ സ്റ്റോൺസ്. ഇനി അടുത്തത് സോഷ്യൽ ഡെവലപ്മെൻറ്റ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പം ഒരു 15 മാസത്തിലുള്ള കുട്ടിയുടെ സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 മാസം പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ കൂടെ കുറച്ച് കളിക്കും. അതുപോലെ അതിനേക്കാളൊക്കെ ഉപരി ഈ ഒരു പ്രായത്തിലുള്ളൊരു കാര്യമാണ്, കുഞ്ഞ് വസ്തുക്കളൊക്കെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ പഠിക്കും. ഉദാഹരണത്തിന് ഓൾറെഡി പറഞ്ഞു, കപ്പ് പ്രോപ്പറായി ഉപയോഗിക്കാൻ പഠിക്കും. ഒരു മൊബൈൽ ഫോണിൻ്റെ ഒരു പ്ലാസ്റ്റിക് രൂപം നിങ്ങൾ കണ്ടു വിചാരിക്കുക. ഇപ്പം നിങ്ങളെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പറായി അവനിങ്ങനെ വെച്ച് അതിനെ മിമിക് ചെയ്യും. അതിനർത്ഥം ഇപ്പം മൊബൈൽ ഫോൺ കുട്ടികൾക്ക് എക്സ്പോഷർ വരുത്തണം എന്നല്ല. അഥവാ മറ്റുള്ളവർ ഉപയോഗിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ലാൻഡ് ഫോണുള്ള വീടുകളാണെങ്കിൽ അത് അവർക്ക് പ്രോപ്പറായിട്ട് ഇങ്ങനെ ഒരു ഇമിറ്റേറ്റ് ചെയ്യുന്ന സ്വഭാവം പയ്യെ വരും. അപ്പോൾ കുഞ്ഞു കാര്യങ്ങളൊക്കെ ഇമിറ്റേഷൻ തുടങ്ങും. അതൊക്കെയാണ് സോഷ്യൽ ഡെവലപ്മെൻറ്റിൽ ഇപ്പോൾ പറയാനുള്ളൂ. ബാക്കി കൂടുതലായിട്ടുള്ള സോഷ്യൽ ഡെവലപ്മെൻറ്റ് നമുക്ക് ഇനി 18 മാസത്തിലാണ് വരുന്നത്. ആ സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് കുഞ്ഞുങ്ങളുടെ മൈൽ സ്റ്റോൺസ്: മോട്ടോർ, സോഷ്യൽ അല്ലെങ്കിൽ ലാംഗ്വേജ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ സോഷ്യൽ. ഇത്രയും കാര്യങ്ങളാണ് മൈൽ സ്റ്റോൺസ്. ഇനി നമുക്ക് എന്താ പറയാനുള്ളത്? ഇനി പറയാനുള്ളത് 15 മാസം പ്രായമുള്ള നിങ്ങളുടെ ബേബിക്ക് അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു മൈൽ സ്റ്റോൺസ് പ്രോപ്പറായി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളത് നമുക്ക് ഓരോന്നോരോന്നായി നോക്കാം. അപ്പോൾ അതിൽ ആദ്യത്തെ കാര്യം എന്താണ്? നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്,
ഉദാഹരണത്തിന് വേർഡ്സ് ഉണ്ടാക്കാൻ സഹായിക്കുക. അവന് ബാ അല്ലെങ്കിൽ മാ എന്നൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ടുള്ള വാക്കുകൾ നിങ്ങൾ ഉണ്ടാക്കുക. ഒരു പൂച്ച എന്നുള്ള ഇപ്പോൾ പൂ എന്നൊക്കെ ആണെങ്കിൽ പൂച്ച, അല്ലെങ്കിൽ ഒരു ഭാ എന്ന് വെച്ചാൽ ബോൾ. അപ്പോൾ ഇത് കഴിഞ്ഞ വീഡിയോകളിൽ 9 മാസം തൊട്ട് നമ്മൾ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പിന്നെ എന്തിനാണ് ഈ 15 മാസത്തിൽ അത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങൾ 9 മാസത്തിൽ തുടങ്ങി 15 മാസത്തിലൂടെ തുടരേണ്ട കാര്യമാണ്. കാരണം ഈ ഒരു സമയത്താണ് അവർ വാക്കുകൾ പഠിക്കുന്നത്. ഇവിടെ നിങ്ങൾ വേർഡ്സ് ഉണ്ടാക്കാൻ ആ ഒരു ശ്രമം ഈ 15 മാസത്തിലും തുടർന്നുകൊണ്ടേയിരിക്കണം. അവന് പറയുന്ന വാക്ക് റിപ്പീറ്റ് ചെയ്യുക, ആ ഒരു വേർഡ് റിപ്പീറ്റ് ചെയ്യുക, അതുകൊണ്ടൊരു വാക്ക് ഉണ്ടാക്കി കൊടുക്കുക, അത് ആ ബേബിക്ക് വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം, മേക്ക് എ വേർഡ്. അത് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി അടുത്ത കാര്യമാണ് കുഞ്ഞിനെ കൊണ്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക. ഉദാഹരണത്തിന് നിങ്ങളൊരു സ്ഥലത്ത് പോയി വന്നു, അപ്പോൾ അവൻ അൺഡ്രസ്സ് ചെയ്യാണ്. അപ്പോൾ ഷോക്സ് എടുത്തൊരു നിങ്ങൾ ഷോക്സ് എന്നും കീപ്പ് ചെയ്യുന്ന സ്ഥലത്ത് വെക്കണം. അപ്പോൾ അവനോട് അല്ലെങ്കിൽ അവളോട് ബേബിയോട് പറയുക അവിടെ കൊണ്ടുവെക്കാൻ. നിങ്ങളത് ആദ്യം പറയുക, അത് കാണിച്ചു കൊടുക്കുക, അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യിക്കുക. അതുപോലെ നിങ്ങൾ പുറത്തോട്ട് പോകുന്ന സമയത്താണെങ്കിൽ ഷൂസ് ബേബിയുടേത് എവിടെയാണ് അത് പറഞ്ഞ് അതൊന്ന് എടുത്തുകൊണ്ട് വരാൻ പറയുക. അതെടുത്തിട്ട് നമ്മൾ പോവുകയാണല്ലോ അങ്ങനെയൊക്കെ പറയുമ്പോൾ പോകുന്ന സന്തോഷം ഉണ്ടാവും. ആ സന്തോഷത്തിൽ അത് ചെയ്യിപ്പിക്കുക. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യാൻ പ്രൊമോട്ട് ചെയ്യുക, സ്റ്റിമുലേറ്റ് ചെയ്യിക്കുക. അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യമാണ് കോപ്പി ഐറ്റംസ്. അതായത് ഇപ്പോൾ കുഞ്ഞ് പുറത്തേക്ക് തന്നെ പോകണം. നമുക്ക് ആ ഒരു സിനാരിയോനെ എടുക്കാം. കുഞ്ഞ് പുറത്ത് പോകണമല്ലോ. പുറത്ത് പോകുന്ന സമയത്ത് നിങ്ങൾ കുഞ്ഞിൻ്റെ ഹാറ്റ് തൊപ്പി എടുത്തിട്ട് ഇങ്ങനെ ഇട്ടിട്ട് പറയാം വാവ എന്ന് വെച്ചേ. അപ്പോൾ അത് കോപ്പി ചെയ്യുന്നുണ്ടോ നോക്കുക. കോപ്പി ചെയ്യാൻ വേണ്ടി കുഞ്ഞിനെ ഒരിക്കലും ഫോഴ്സ് ചെയ്യരുത്. റിപ്പീറ്റായിട്ട് അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അതായത് എന്ത് കാര്യമായാലും കുഞ്ഞു 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 ബേബി ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ചെയ്തിട്ട് കാണിച്ചു കൊടുത്തത് കോപ്പി ചെയ്യാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക. അതാണ് കോപ്പി എന്നുള്ള കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത കാര്യമാണ് ഒരു റൂട്ടീന് പയ്യെ സെറ്റ് ചെയ്ത് തുടങ്ങുക. അതായത് ഞാൻ സ്ലീപ്പിൻ്റെ കാര്യം വെച്ച് ഉദാഹരണം പറയാം. ഇപ്പോൾ സ്ലീപ്പിലാണെങ്കിൽ ഈവനിങ് ആകുമ്പോൾ അല്ലെങ്കിൽ നൈറ്റ് ആകുമ്പോൾ സമയത്ത് ആദ്യം കുഞ്ഞിനെ കൊണ്ട് ബ്രഷ് ചെയ്യിക്കുക. അവളുടെ അല്ലെങ്കിൽ അവൻ്റെ പൈജാമ എന്താണോ രാത്രി ഇടുന്നത് ആ നൈറ്റ് ഡ്രസ്സ് ഇടിക്കുക. ഒരു കാം ആൻഡ് ക്വയറ്റ് റൂമിൽ കൊണ്ട് കിടത്തുക. എന്നിട്ട് 1-2 കഥകൾ നിങ്ങൾ പറയുക, അല്ലെങ്കിൽ ഒരു പുസ്തകം വായിച്ചു കൊടുക്കുക. ആ കുഞ്ഞ് അങ്ങനെ ഉറങ്ങിപ്പോകണം. അപ്പോൾ ഇതിങ്ങനെ സ്ഥിരമായി ഇതേ കാര്യം ചെയ്യുമ്പോൾ കുട്ടി അറിയാതെ ഒരു റൂട്ടീൻ ഉണ്ടാവും ഫോർ സ്ലീപ്പ്. അതുപോലെ ഒരു ഫുഡിനും ഒരു കൃത്യസമയം പയ്യെ റൂട്ടീൻസ് ഉണ്ടാക്കുക. അപ്പോൾ റൂട്ടീൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രായത്തിൽ നമുക്ക് പയ്യെ തുടങ്ങാൻ കഴിയുന്ന അടുത്തൊരു കാര്യം. മറ്റൊന്നാണ് കുഞ്ഞുങ്ങളുടെ ഫീലിങ്ങിനെ കുറിച്ച് പറയുക. അത് ഞാനൊരു ഉദാഹരണം വെച്ച് പറയാം. ഇപ്പോൾ പുറത്ത് നല്ല മഴയാണ്. കുഞ്ഞിന് പുറത്ത് പോകണമെന്ന് ഇങ്ങനെ വാശി പിടിക്കുക, അല്ലെങ്കിൽ അങ്ങോട്ട് കാണിക്കുകയോ അങ്ങനെ ലക്ഷണം കാണിക്കുക. അപ്പോൾ അതിനു വേണ്ടി ഭയങ്കര കരച്ചിലും ടാൻട്രംസ് കാണിച്ചു എന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെ ഉള്ള ഒരു സമയത്ത് കുഞ്ഞിനോട് പറയാം പുറത്ത് മഴയല്ലേ, പുറത്ത് പോകാൻ കഴിയാത്തതുകൊണ്ട് കുഞ്ഞിന് ദേഷ്യമുണ്ടോ. അപ്പോൾ ദേഷ്യം അതൊരു ഫീലിംഗ് ആണ്. ആ കാര്യം വീണ്ടും പറയാം. ദേഷ്യമുണ്ടോ, ദേഷ്യം പിടിക്കണ്ട, നമുക്ക് മഴ മാറിയിട്ട് പോകാം, ഇപ്പോൾ തൽക്കാലം നമുക്ക് വീട്ടിലകത്ത് കളിക്കാം. അപ്പോൾ കുഞ്ഞ് ഹാപ്പി ആവില്ലേ, ഹാപ്പി ഇമോഷൻ വന്നല്ലോ, അപ്പോൾ നമുക്ക് അകത്ത് കളിക്കാം. അപ്പോൾ കുഞ്ഞ് ഹാപ്പി ആവില്ല, കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് കളിക്കാം. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ഇമോഷൻസ്, ഇപ്പോൾ കുഞ്ഞൊരു കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുഞ്ഞിന് എന്താ ദേഷ്യം വരുന്നുണ്ടോ, ഇപ്പോൾ കുഞ്ഞ് ഭയങ്കര, ഇപ്പം നിങ്ങളൊരു അവൻ ആ ബേബിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്വീറ്റ്സോ അല്ലെങ്കിൽ ഒരു സ്വീറ്റ് ഇൻ ദ സെൻസ് എന്തെങ്കിലും ഫുഡോ അല്ലെങ്കിൽ ഒരു ടോയോ കൊടുത്തു വിചാരിക്കുക. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആവും. അപ്പോൾ പറയാം ബേബി ഹാപ്പി ആയോ, സന്തോഷമായോ, സന്തോഷം. അപ്പോൾ അങ്ങനെ ഇമോഷൻസിനെ പറഞ്ഞു കൊടുക്കുക. കാരണം കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഓരോ സിറ്റുവേഷന് അനുയോജ്യമായ ഇമോഷൻസ് കുഞ്ഞുങ്ങൾ പ്രകടിപ്പിക്കുക, അത് പഠിക്കുക എന്നുള്ളത്. അതാണ് അടുത്ത കാര്യം. ഇനി അടുത്തത് പറയാനുള്ളത് എല്ലാ പാരൻസിൻ്റെയും തലവേദനയാണ്, മറ്റൊന്നുമല്ല ടാൻട്രംസ്. അതായത് കുഞ്ഞിൻ്റെ ഈ കുറുമ്പ് അത് തുടങ്ങുന്ന പ്രായമാണ് 15 മാസം തൊട്ട് അങ്ങോട്ട് തുടങ്ങും. ഒരു 2-3 മാസത്തിലൊക്കെ ചിലപ്പോൾ പീക്കായിരിക്കും. ടാൻട്രംസ് നിങ്ങൾ പ്രതീക്ഷിക്കുക. അത് കുഞ്ഞുങ്ങളുടെ വളർച്ചയുടെ ഈ കാലഘട്ടത്തിൽ ഉള്ള സ്വാഭാവികമായ ഒരു പ്രതിഭാസം തന്നെയാണ്. അതൊരു നിങ്ങളുടെ കുട്ടിക്ക് മാത്രമുള്ള ഒരു അസുഖമൊന്നുമല്ല. ടാൻട്രംസ് പ്രതീക്ഷിക്കുക, അത് അവോയ്ഡ് ചെയ്യുക. നമുക്ക് ടാൻട്രംസിനെ കുറിച്ച് കൂടുതൽ വീഡിയോ ചെയ്യാം. ഇപ്പം മനസ്സിലാക്കേണ്ട കാര്യം, ടാൻട്രംസ് വരുമ്പോൾ, അതായത് ഈ ദുശീല അല്ലെങ്കിൽ ഈ ഒരു വാശി കാണിക്കുന്ന സമയത്ത് അത് എന്തിനാണെന്ന് മനസ്സിലാക്കുക. അതിനോട്ട് നയിക്കുന്ന സിനാരിയോസ് നിങ്ങൾ ഒഴിവാക്കുക. അത്രയും ഈ ഒരു സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് പറയാനുള്ളത്. അടുത്ത കാര്യം, ടാൻട്രംസുമായി ബന്ധപ്പെടുത്തി തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് വാണ്ടഡ് ബിഹേവിയേഴ്സിനെ കുറിച്ച് പയ്യെ പറഞ്ഞു മനസ്സിലാക്കുക. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ചെയ്യണ്ട എന്ന് പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്ന് കുഞ്ഞിനെ വിലക്കിയതുകൊണ്ടായിരിക്കും ടാൻട്രം കാണിച്ചത്. അപ്പോൾ ഏതാണ് വാണ്ടഡ് ബിഹേവിയറും ഏതാണ് അൺവാണ്ടഡ് ബിഹേവിയേഴ്സ് എന്നുള്ളത് പയ്യെ പറഞ്ഞു മനസ്സിലാക്കുക. ഉദാഹരണത്തിന് സ്റ്റെയർ കേസ് കയറുന്നത് ഒഴിവാക്കുക,
അപ്പോൾ അത് പറയും, അത് ചെയ്യരുത്, അങ്ങനെ ബുദ്ധിമുട്ട്, വാവ വീണ് പോവില്ലേ, ഹോസ്പിറ്റലിൽ പോകേണ്ടി വരില്ലേ, സൂചി അടിക്കില്ലേ, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതാണ് ടാൻട്രംസ്. അതാണ് നമ്മൾ ഈ വാണ്ടഡ് ബിഹേവിയേഴ്സിനെ കുറിച്ച് ഈ ഒരു പ്രായത്തിൽ നിങ്ങൾ പാരൻസ് പറഞ്ഞു കൊടുക്കേണ്ടത്. അതോടൊപ്പം വാണ്ടഡ് ബിഹേവിയേഴ്സിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ പറയുന്ന ഒരു നല്ല ഒരു ബിഹേവിയർ കുഞ്ഞ് കാണിച്ചു കഴിഞ്ഞാൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം, ഹഗ് ചെയ്യണം, കിസ് ചെയ്യണം, അതിന് റിവാർഡ് കൊടുക്കണം. ആ റിവാർഡാണ് ഇൻ ദ ഫോം ഓഫ് ഹഗ്, കിസ്സൊക്കെ. ഇനി അതോടൊപ്പം കുട്ടി അൺവാണ്ടഡ് ബിഹേവിയർ കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഒരിക്കലും അവിടെ ഷൗട്ട് ചെയ്യരുത്. നോ എന്ന് പറയുന്ന അവസരങ്ങളോട് മെല്ലെ ഡീവിയേറ്റ് ചെയ്ത് വിടുക. പിന്നെ ഈ ഒരു പ്രായം 12 മാസത്തിൽ നമ്മൾ ഡീവിയേറ്റ് ചെയ്യുക. ഇപ്പോൾ കുട്ടി നമുക്ക് വേണ്ടാത്ത, കുട്ടിക്ക് അപകടം ഉണ്ടാകുന്ന ഒരു കാര്യം ചെയ്യാൻ പോവാന്ന് വിചാരിക്കുക. ആ സമയത്ത് നിങ്ങൾ ടോയ് കൊടുത്തിട്ട് മെല്ലെ അവൻ്റെ മനസ്സിനെ മാറ്റുക. അതാണ് ഈ ഒരു സമയത്ത് ചെയ്യേണ്ട കാര്യം. അപ്പോൾ അതാണ് അൺവാണ്ടഡ് ആൻഡ് വാണ്ടഡ് ബിഹേവിയേഴ്സിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അടുത്ത കാര്യമാണ് എല്ലാ വീട്ടിലും പറയുന്ന പോലെ തന്നെ TV സ്ക്രീന് ലിമിറ്റ് ചെയ്യുക. 2 years വരെ നോ സ്ക്രീൻ ടൈംസ്. മറ്റൊരു കാര്യമാണ് സെൽഫ് ഫീഡിങ്ങിന് വേണ്ടി പ്രൊമോട്ട് ചെയ്യുക. ഇപ്പം ഞാൻ പറഞ്ഞു, സ്വന്തമായി ഫീഡിങ് ചെയ്യുന്നത് സക്സസ്ഫുൾ ആവുന്നതാണ് 15 month. അപ്പോൾ അത് സക്സസ്ഫുൾ ആവുന്ന ഒരു മാസമാണ് ഈ 15 മാസം എന്നുള്ളതുകൊണ്ട് തന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് സെൽഫ് ഫീഡിങ്ങിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക, സ്വന്തമായി കഴിക്കാൻ പ്രൊമോട്ട് ചെയ്യുക. അവസാനത്തെ ഒരു കാര്യം കുഞ്ഞുങ്ങളുടെ ഒരു ടോയ്സിനെ സംബന്ധിച്ചാണ്. അതായത് കുഞ്ഞുങ്ങൾക്ക് ഇനി കൂടുതൽ ബുക്സും അതുപോലെ ബ്ലോഗ്സ് ഒക്കെ നമുക്ക് കൊടുക്കാം. കാരണം ഈ ഒരു പ്രായത്തിൽ 1-2 ബ്ലോഗ്സ് ഒരുമിച്ച് അടുപ്പിച്ച് വെക്കാനുള്ള ഒരു സോഷ്യൽ ഡെവലപ്മെൻറ്റ് അവർക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കൂടുതലും ബ്ലോഗ്സ് അതുപോലെ ബുക്സും കൂടി അവരുടെ ടോയ്സിൽ ഉൾപ്പെടുത്തുക. അതുപോലെ സ്ക്രിബിൾ ചെയ്യുന്നതൊക്കെ ബുക്സിൽ സ്വാഭാവികമാണ്, നോർമലാണ്. ചുമരിൽ സ്ക്രിബിൾ ചെയ്യുന്നതൊക്കെ നോർമലാണ്. അതൊന്നും വറി ചെയ്യേണ്ട കാര്യമില്ല, അതൊക്കെ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ ഒരു കാര്യമാണ് അവസാനമായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇത്രയാണ് 15 month old ബേബിയുടെ ഡെവലപ്മെൻറ്റ്സും ബ്രെയിൻ സ്റ്റിമുലസുകളും. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഒരു 18 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റ്സും സ്റ്റിമുലസും അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.